വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PR നാഥൻ. ഇന്ന് വായനാ ദിനം. എന്തിനാണ് ചില ദിനങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യം തുടക്കത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അന്നേ ദിവസം നാം അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കണം. ഈ ശ്രദ്ധ നമുക്ക് ഗുണം ചെയ്യും. അക്ഷരം പഠിച്ച നാൾ തൊട്ട് ഞാൻ വായന തുടങ്ങിയതാണ്. ഇന്നും അത് തുടർന്നു പോരുന്നു. എന്തെങ്കിലുമൊക്കെ വായിക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. ഒരു സദസ്സ് ഒരിടത്തൊരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. വായന വേണ്ട എന്നായിരുന്നു അന്നത്തെ വിഷയം. അതിൽ ഒന്നാം സമ്മാനം കിട്ടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നറിയാനായി ഒരു ബിരുദൻ ഗുരുനാഥനെ സമീപിച്ച് ഉപദേശം തേടി. ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി ഗുരുനാഥൻ ഏതാനും പുസ്തകങ്ങൾ ശുപാർശ ചെയ്തു. വായന വേണ്ട എന്ന് പറയാനും നമുക്ക് പുസ്തകങ്ങളുടെ സഹായം വേണം. ഇന്ന് വായനയുടെ രീതി മാറിയിട്ടില്ലേ എന്ന് ചോദിക്കാം. അധിക സമയവും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവരാണ് യുവാക്കൾ. അവിടെയും വായന അത്യാവശ്യമാണ്. ഓരോ ഗ്രന്ഥരചയിതാവും ജീവിതത്തെ അയാളുടേതായ ഒരു വീക്ഷണത്തിൽ കാണുന്നു. ഓരോ വീക്ഷണത്തിനും അതിൻ്റേതായ ശരികളുണ്ട്. ഇപ്പോൾ പകലാണെന്ന് പറയുന്നത് പോലെ മറ്റൊരു ശരിയാണ് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയുന്നത്. ഏതു വസ്തു നാം കൊടുത്താലും കൊടുക്കുന്നവൻ്റെ കയ്യിൽ ബാക്കിയുള്ള വസ്തുവിൻ്റെ എണ്ണം കുറയും. 10 നിന്ന് 7 കുറച്ചാൽ ബാക്കി 3 എന്ന് തന്നെ ഉത്തരം പറയാം. അതൊരു ശരിയാകാമെങ്കിലും മറ്റൊരു വീക്ഷണത്തിൽ അത് ശരിയല്ല. കൊടുക്കും തോറും ഏറിടും. അതെന്താണ്? അതിൻ്റെ പേരാണ് വിദ്യ. വിദ്യ കൊടുക്കും തോറും ഏറുകയാണ് ചെയ്യുക. ഒരു ധനികൻ വലിയ ഒരു തുക പന്തയം വെച്ചു. 12 വർഷം നിങ്ങൾ തനിയെ ഏകാന്തതയിൽ ഒരു മുറിയിൽ കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ സ്വത്തും തരാം. മത്സരിക്കാനായി തുടക്കത്തിൽ ആരും വന്നില്ല. മത്സരത്തിൽ തോറ്റുപോയാൽ ധനികൻ്റെ അടിമയാകേണ്ടി വരും. ഒടുവിൽ ഒരാൾ മത്സരരംഗത്ത് വന്നു. അയാൾ വായിക്കാനായി പുസ്തകങ്ങൾ ചോദിച്ചു. തുടക്കത്തിൽ ചിത്രകഥകളും ഫലിതഭാവനകളും വായിച്ചു. ക്രമേണ അയാൾ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലേക്ക് ചേക്കേറി. ഒടുവിൽ കാലാവധി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് മത്സരത്തിൽ ജയിക്കണമെന്നില്ല. എനിക്ക് ഇനിയും വായിക്കണം. ഞാൻ എന്നോ വിജയിച്ചു കഴിഞ്ഞു. റഷ്യൻ സാഹിത്യകാരനായ ചെക്കോവിൻ്റെ പന്തയം എന്ന കഥയുടെ സ്വാധീനം വെച്ചാണ് ഞാൻ ഇങ്ങനൊരാശയം പറഞ്ഞത്. വായിക്കാതെ ജീവിക്കുന്നവർ മനുഷ്യജന്മത്തെക്കുറിച്ച് അറിയാതെ പോകുന്നു. മനുഷ്യജന്മത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. മഹത്തായ ഈ ആശയങ്ങൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട്. അവ ഒളിഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലാണ്. ഓരോ പുസ്തകം വായിക്കുമ്പോഴും വേനൽക്കാലത്ത് ശീതജലത്തിൽ കുളിച്ച ഉന്മേഷം നമുക്ക് കിട്ടണം. ഏതൊക്കെ വായിക്കേണ്ടതില്ല എന്ന അറിവും നമുക്ക് കിട്ടുന്നത് പുസ്തകങ്ങൾ വായിച്ച അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മുടെ പ്രധാന ഗുരുനാഥന്മാർ സൽഗ്രന്ഥങ്ങൾ ആണെന്ന ബോധമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നാം വായനാ ദിനത്തെ ആഘോഷിക്കുന്നത്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PR നാഥൻ.